ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ബയോളജിയിലെ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ജീവൻ്റെ ജനിതകം എന്ന ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പോർഷൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ എന്നുള്ളൊരു ബോക്സ് ആയിരുന്നു. 2 പേർക്ക് 2020 രസതന്ത്ര നോബൽ കിട്ടിയ കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞത്. ജെനിഫർ എ ഡൗഡ്നയും ഇമ്മാനുവൽ കാർപ്പൻറ്റിയറും. അവർ ക്രിസ്പർ കാസ് 9 എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് അവർക്ക് നോബൽ കിട്ടിയത്. അത് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് DNA കുറിച്ചാണ്. DNA സ്ട്രക്ചർ 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് കണ്ടുപിടിച്ചത്. ഇതിനുവേണ്ടി അവരെ സഹായിച്ചത് 2 പേരാണ്, റൊസാലിൻ ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ്. ഇവർ ചെയ്ത ഈ ഫോട്ടോ 51 എന്ന് പറയുന്ന ഈ എക്സ്റേ ആണ് ഈ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചത്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് നമ്മുടെ DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചത്. അവർക്ക് 1962 ഈ ഒരു കണ്ടുപിടുത്തത്തിന് നോബൽ പ്രൈസ് ലഭിച്ചു. ആർക്കൊക്കെയാണ്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ്. റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ അതിനു മുമ്പേ മരിച്ചുപോയി, അതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്. മറ്റു 3 പേർക്കാണ് 1962 നോബൽ പ്രൈസ് കിട്ടിയത്. DNA ഘടന, മെഡിസിന്. ATGC എന്ന് പറയുന്ന നമ്മുടെ നൈട്രജൻ ബേസുകൾ ഇതവിടെ കണ്ടില്ലേ, ATGC, ആ പേരിലാണ് ജോയിൻ ചെയ്യുക. ATGC DNA ചുറ്റുകോവണി മാതൃകയാണ് ഇത് ഷുഗർ യൂണിറ്റാണ്, പഞ്ചസാര തന്മാത്ര. ഇത് അതിനകത്ത് ഈ മഞ്ഞ കാണുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അതുപോലെ ഒരു നൈട്രജൻ ബേസും. ഇത് 3 കൂടി ചേർന്ന ഈ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്നത് ന്യൂക്ലിയോടൈഡ് എന്നാണ്. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഇവിടെ നമ്മൾ കാണിച്ചു. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞു. ഒരു 5 കാർബൺ ഷുഗറാണ് നമ്മുടെ ഡിയോക്സി റൈബോസ് ഷുഗർ. 5 കാർബൺ ഇവിടെ 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 ഇവിടെയൊക്കെ കാർബൺ ഉള്ള ഒരു 5 കാർബൺ ഷുഗറാണ് നമ്മുടെ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് DNA വലിപ്പത്തെക്കുറിച്ചാണ്. ഓരോ ക്രോമസോമിലും DNA ഏകദേശം 2 ഇഞ്ച് അഥവാ 5 സെൻറ്റിമീറ്റർ ആണ് DNA വലിപ്പം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ എത്ര വരും എന്നൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ആ ക്ലാസ് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. പിന്നീട് നമ്മൾ പറഞ്ഞ ക്രോമസോമിനെ കുറിച്ചാണ്. ക്രോമസോം എന്ന് പറയുന്നത് ഹിസ്റ്റോൺ ഒക്ടാമർ. അതുപോലെ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ പുറത്ത് നമ്മുടെ DNA ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമസോം എന്ന് പറയുന്നത്. ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ഇനി നമ്മളൊരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ ആ ക്രോമസോമിൻ്റെ 4 ക്രോമാറ്റിഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 2 ടേബിളാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യനിലെ ക്രോമസോമുകൾ 2 തരത്തിലാണ്, സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും. സ്വരൂപ ക്രോമസോമുകൾ 22 ജോഡിയാണ് ഉള്ളത്. അത് നമ്മുടെ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ്. ഇവിടെ ഇതൊന്നും ഒരുപോലെയുള്ള 2 എണ്ണം, ഒരെണ്ണം അച്ഛനിൽ നിന്ന് വരുന്നതും ഒരെണ്ണം അമ്മയിൽ നിന്ന് വരുന്നതും, അങ്ങനെയുള്ള 22 ജോഡികളെ നമ്മൾ സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നു. എന്നാൽ ലിംഗനിർണയ ക്രോമസോമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 തരത്തിലാണുള്ളത്. പുരുഷനാണെങ്കിൽ XYയും സ്ത്രീ ആണെങ്കിൽ XXും. അതാണ് പുരുഷൻ സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം. Y ക്രോമസോം X ക്രോമസോമിനെ അപേക്ഷിച്ച് ചെറുതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പോയിന്റ് പറയുന്നത് Y ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. SRY ജീനിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറഞ്ഞത് കുറച്ച് അവസ്ഥകളെക്കുറിച്ചാണ്. 4 അവസ്ഥകളെക്കുറിച്ച്. നമുക്കറിയാം, സാധാരണ 44+XX അല്ലെങ്കിൽ 44+XY എന്ന ജനിതക ഘടനയാണ് മനുഷ്യനുള്ളത്. എന്നാൽ ടർണർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്ന ആളുകളിൽ 44+XO X0 എന്നുള്ളൊരു കണ്ടീഷനായിരിക്കും. 44 സ്വരൂപ ക്രോമസോമുകളും ഒറ്റ ലിംഗനിർണയ ക്രോമസോം XO മാത്രം, അത് സ്ത്രീകളായിരിക്കും. പിന്നെ പറയുന്നത് XXX സിൻഡ്രോം 44+XXX, ഇതും സ്ത്രീകളായിരിക്കും. അടുത്തത് പറയുന്നത് 44+XXY ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ഇവിടെ ഒരു 2Xും ഒരു Yയും ആണുള്ളത്, ഇത് പുരുഷന്മാരായിരിക്കും. ലാസ്റ്റ് കണ്ടീഷൻ പറയുന്നത് 44+XYY
ഇതിനെ XYY സിൻഡ്രോം എന്ന് പറയുന്നു. ഇതും പുരുഷന്മാരായിരിക്കും. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു, ടർണർ സിൻഡ്രോമും അതുപോലെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമുമാണ് നമ്മൾ മറക്കാതെ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ താഴേക്ക് പോകുമ്പോൾ ജീൻ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അങ്ങോട്ട് പറയാനുള്ളത് ജീനിനെ കുറിച്ചാണ്. DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ എന്ന് പറയുന്നത്. DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീന്. ഇത് അവിടെ നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ജീനാണ്, ഇതുവരെ ഒരു ജീനാണ്, ഇതുവരെ വേറൊരു ജീനാണ്. അപ്പോൾ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ക്രോമസോം എന്നാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഡബിൾ ഹെലിക്കലായിട്ടുള്ള ഈ DNA കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് RNA കുറിച്ചാണ്. റൈബോ ന്യൂക്ലിക് ആസിഡ്, അതൊരു സിംഗിൾ ലെയർ ആണ്. നേരത്തെ നമ്മൾ ഡബിൾ ഹെലിക്സ് അല്ലായിരുന്നോ കണ്ടത് ഇങ്ങനെ. ഇനി RNA എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെയർ ആണ്, സിംഗിൾ ആണ്. അതിനകത്തൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നൈട്രജൻ ബേസ് പറഞ്ഞപ്പോൾ ഡിയോക്സി റൈബോസിൽ എന്തായിരുന്നു, ATGC ആയിരുന്നു. എന്നാൽ ഇവിടെ തൈമിന് പകരം യുറാസിൽ എന്ന് പറയുന്ന ഒരു നൈട്രജൻ ബേസ് ആണ് ഉള്ളത്. ഇവിടെ എഴുതിയിരിക്കുന്നു, DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, നേരത്തെ എന്തായിരുന്നു, ഡിയോക്സി റൈബോസ് പഞ്ചസാരയായിരുന്നു, ഇവിടെ എന്താണ്, റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഈ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. തൈമിന് പകരം ഇവിടെ എന്താണ്, യുറാസിലാണ്. അതുപോലെ തന്നെ RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, ഒരു ഇഴയാണ് ഉള്ളത്. അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോട്ടീൻ നിർമ്മാണം എന്ന ഒരു ഭാഗമാണ് വരുന്നത്. പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെയാണ്, ന്യൂക്ലിയസിനകത്ത്. ഇതാണ് ന്യൂക്ലിയസ്, ഇത്രയും ഭാഗം ന്യൂക്ലിയസ് ആണ്. ഇതിന് പുറത്തുള്ള ഭാഗമാണ് എന്ത്, അതിൻ്റെ കോശശരീരം. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് വെച്ച് നടക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ന്യൂക്ലിയസിനകത്ത് വെച്ച് നടക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്ക്രിപ്ഷൻ. ന്യൂക്ലിയസിന് പുറത്ത് വെച്ച് നടക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്ലേഷൻ. ഈ ട്രാൻസ്ക്രിപ്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കി നോക്കിയേ. ഇത് നമുക്കറിയാം, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു DNA ഇവിടെ ഉണ്ട്. ആ DNA നിന്ന് mRNA, ഇതാണ് mRNA ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ DNAക്ക് അനുസൃതമായിട്ടുള്ള mRNA ഉണ്ടാകുന്ന പ്രക്രിയയാണ് ട്രാൻസ്ക്രിപ്ഷൻ. DNAയിൽ നിന്ന് mRNA ഉണ്ടാകുന്നു. എന്നിട്ട് അത് നമ്മുടെ ഈ കോശത്തിലുള്ള ന്യൂക്ലിയസിലുള്ള ഈ സുഷിരങ്ങൾ, മർമ്മരന്ധ്രങ്ങൾ എന്നൊക്കെ പറയും, അതിനകത്തുകൂടെ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ആ കോശ ശരീരത്തിൽ വെച്ചിട്ട് അടുത്ത പ്രക്രിയ ആരംഭിക്കുന്നു, ട്രാൻസ്ലേഷൻ. ഇതാണ് നമ്മുടെ ഈ mRNA. ഈ mRNA ഏതിനകത്ത് കൂടെ പോകുന്നത്, റൈബോസോം. ഇത് കണ്ടില്ലേ, റൈബോസോമിനകത്ത് കൂടെ കയറി പോകുന്നു. റൈബോസോം ഇത് റീഡ് ചെയ്യുന്നു, അതിനകത്തുള്ള സന്ദേശം റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള tRNA, ഇതാണ് tRNA, T ഷേപ്പിലുള്ളതാണ് tRNA. ഈ tRNA കറക്റ്റായിട്ടുള്ള അമിനോ ആസിഡ്സിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. ആ കറക്റ്റായിട്ടുള്ള അമിനോ ആസിഡ്സിനെ റൈബോസോമിനകത്തേക്ക് കൊണ്ടുപോയി കൊടുക്കും. ആ റൈബോസോമിനകത്ത് വെച്ചിട്ട് അതൊരു മാല കൊരുക്കുന്നത് പോലെ ചേർത്ത് വെക്കും. ആര്, ആ റൈബോസോം. tRNA ആണ് അമിനോ ആസിഡിനെ കൊണ്ടേ കൊടുക്കുന്ന ആള്. റൈബോസോം അത് ചേർത്ത് വെച്ചിട്ട് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ഇതാണ് ട്രാൻസ്ലേഷൻ്റെ സ്റ്റെപ്സ്. അതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. DNA ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA അഥവാ മെസ്സഞ്ചർ RNA രൂപപ്പെടുന്നു. ഈ മെസ്സഞ്ചർ mRNAയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ എന്താണ്, ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശം അനുസരിച്ച് നമ്മൾ പറഞ്ഞു കോശത്തിലേക്ക് വരും, അതിൽ നിന്ന് റൈബോസോമിലേക്ക് കയറുന്നു. റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശം അനുസരിച്ച് tRNAയുടെ ഫുൾ ഫോം എന്താണ്, ട്രാൻസ്ഫർ RNA, നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. റൈബോസോമിൻ്റെ ഭാഗമായ rRNA, ഈ റൈബോസോമിന് നമ്മളിങ്ങനെ 2 സബ് യൂണിറ്റുകളായിട്ടല്ലേ കാണുന്നത്, അതിന് നമുക്ക് rRNA എന്ന് പറയാം. rRNAകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. നോക്കിയതേ, ഇവിടെ റൈബോസോം ഇരിക്കുന്നു, 2 സബ് യൂണിറ്റുകൾ പോലെ ഇല്ലേ, അതിന് നമ്മൾ rRNA എന്ന് പറയുന്നു.
കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ആ ഭാഗം. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പ്രോട്ടീൻ സിന്തസിസ് കഴിഞ്ഞു. അടുത്ത നമ്മൾ സ്വഭാവങ്ങളിലെ സാമ്യ വ്യത്യാസങ്ങൾ അടുത്തൊരു ഭാഗത്തിലേക്കാണ് വരുന്നത്. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് പാരമ്പര്യം. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് വ്യതിയാനം അഥവാ വാരിയേഷൻ. ഒരേപോലെ ഇങ്ങനെ വരികയാണെങ്കിൽ പാരമ്പര്യം എന്നും, വ്യത്യാസം വന്നാൽ വ്യതിയാനം എന്നും പറയുന്നു. ഈസിയാണ്. അടുത്തത് നമ്മുടെ ഗ്രിഗർ ജോഹാൻ മെൻഡലിൻ്റെ കുറച്ച് പരീക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജെനറ്റിക്സിൻ്റെ പിതാവാണ് ആര്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ. എന്താണ് ജെനറ്റിക്സ്? ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം. ഗ്രിഗർ ജോഹാൻ മെൻഡൽ തോട്ടപ്പയർ ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ പാകിയത്. അതിനാൽ അദ്ദേഹത്തെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. മെൻഡൽ വടക്കൻ മൊഹാവിയിലെ ഒരു ചെറിയ ഗ്രാമമായ ഹെൻസസിലാണ് ജനിച്ചത്. ഹെൻസസ്. പിന്നെ പറയുന്നത് അദ്ദേഹം ഒരു സെയിൻ്റ് ആയിരുന്നു, ഒരു പുരോഹിതനായിരുന്നു. ഇനി അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻ്റാണ് തോട്ടപ്പയറിൽ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം നമുക്ക് നോക്കി പോവാം. ഈ പയറിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? പൈസം സറ്റേവമാണ് തോട്ടപ്പയറിൻ്റെ സയൻറ്റിഫിക് നെയിം. ഈ ഗ്രിഗർ മെൻഡലിൻ്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. മെൻഡലിൻ്റെ നിയമങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രബന്ധമൊക്കെ എഴുതിയെങ്കിലും ആരും അത് അംഗീകരിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് 16 വർഷങ്ങൾക്ക് ശേഷം സസ്യശാസ്ത്രജ്ഞരായ ഹ്യൂഗോ ഡീവ്രിസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക് എന്നിവർ മെൻഡലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയായി മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടത്. ജസ്റ്റ് കേട്ട് വെച്ചാൽ മതി. ഈ പേരുകൾ എവിടെയോ കേട്ടിട്ടുണ്ടെന്നൊരു ഓർമ്മ ഉണ്ടായാൽ മതി. ഹ്യൂഗോ ഡീവ്രിസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക്. മെൻഡൽ എന്ത് വെച്ചാണ് എക്സ്പെരിമെൻ്റ് നടത്തിയെന്നാണ് ഇവിടെ പറയുന്നത്. മെൻഡൽ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് എക്സ്പെരിമെൻറ്റിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അതായത് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചുള്ള വർഗസങ്കരണം. അതായത് ഉദാഹരണത്തിന് ടാൾ എന്നുള്ള ഒരു ചെടിയും ടോളായിട്ടുള്ള ഒരു ചെടിയും ഡ്വാർഫ് ആയിട്ടുള്ള ഒരു ചെടിയും എടുത്തു. അങ്ങനെ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ മാത്രം എടുത്തിട്ട് നടത്തുന്ന പരീക്ഷണമാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അത്രയേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നീട് ഇവിടെ പറയുന്ന ഒരു പോയിൻ്റാണ്, ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും. ഒരു ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്ന് വിളിക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു ഹൈറ്റ് എന്നുള്ള ആ ഒരു ജീന്, ആ ഒരു ഗുണത്തിനെ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത തരങ്ങളുണ്ടാവാം. ഒരു ടോളാവാം, ഡ്വാർഫ് ആവാം, മീഡിയം ആവാം. അപ്പോൾ ആ ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളുണ്ടാവാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലീൽ എന്ന് പറയുന്നത്. അലീൽ. ഓക്കെ. അടുത്ത പറയുന്ന പോയിന്റ് ഫീനോടൈപ്പ് എന്താണെന്നും ജീനോടൈപ്പ് എന്താണെന്നുമാണ്. ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകട രൂപത്തെ ഫീനോടൈപ്പ് എന്നും ഇതിന് കാരണമായ ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നും പറയുന്നു. ഒരു ജീവിയിലെ ഇപ്പം നമ്മൾ മെൻ്റൽ എടുത്തിട്ടുള്ളത് ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് കാണുന്ന ആ ചെടിയുടെ ഹൈറ്റ്, അതാണ് അതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ പ്രകടമായി കാണുന്ന ഈ ഹൈറ്റ്, ഈ ഒരു കാര്യത്തെ നമ്മൾ അതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നു. എന്നാൽ ഇതിന് കാരണമായ ജനിതക ഘടനയെ, ഇതിന് കാരണമായിട്ടുള്ള ആ DNA സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനോടൈപ്പ്. ആ ജീൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ മെൻ്റൽ എത്തിച്ചേർന്ന ചില അനുമാനങ്ങളാണ് ഈ പറയുന്നത്. തീരെ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നു. ഒരു ജീവിയുടെ ഒരു ജോഡി അലീലുകൾ മറ്റൊരു ജോഡി അലീലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കുന്നില്ല എന്നാണ് മെൻ്റൽ പറയുന്നത്. അതായത് ടാളാണെങ്കിൽ ടാളായി തന്നെ നിൽക്കുന്നു, ഡ്വാർഫാണെങ്കിൽ അതായത് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ. ഇതിലേതെങ്കിലും ഒരു ഗുണം മാത്രമേ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ എന്നാണ് മെൻ്റൽ പറഞ്ഞത്. പക്ഷെ പിന്നീട് അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. കാരണം ഒന്നുകിൽ ടാള് മാത്രം അല്ലെങ്കിൽ ഡ്വാർഫ് മാത്രമല്ലല്ലോ പ്രകൃതിയിലുള്ളത്, മീഡിയം ഹൈറ്റുള്ള ചെടികളും ഇല്ലേ. അതിനെക്കുറിച്ചാണ് ഇനി താഴോട്ട് പറയുന്നത്. പിൽക്കാല പഠനങ്ങൾ മെൻ്റലിൻ്റെ
ഇതവിടെ പറയുന്നു, പിൽക്കാല പഠനങ്ങൾ മെൻഡലിൻ്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ വെളിവാക്കി. ഇത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്നറിയപ്പെടുന്നു. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്, അതായത് മെൻഡൽ പറഞ്ഞ പോലെ അല്ലാതെയുള്ള ഇൻഹെറിറ്റൻസ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. നോക്കിക്കഴിഞ്ഞതാ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അതായത് ഇപ്പം ഈ പൂക്കളുടെ ചിത്രം നോക്കൂ, ചുവപ്പ് പൂവുണ്ട്, വെള്ള പൂവുണ്ട് എന്ന് വെച്ച് ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്ത, അതായത് ചുവപ്പ് ആൺപൂവിൻ്റെയും വെള്ള പെൺപൂവിൽ നിന്ന് എടുത്തിട്ടുള്ള ആ പോളൻ ഗ്രേസ് പരസ്പരം ക്രോസ് ചെയ്തിട്ടുണ്ടാവുന്ന അടുത്ത തലമുറ ചെടിയിൽ ഒന്നുകിൽ ചുവപ്പ് അല്ലെങ്കിൽ വെള്ള മാത്രമല്ല ഉണ്ടാവുന്നത്, ഈ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് രണ്ടിനും കൂടി ഒരു മിക്സ്ചറായിട്ട് വന്ന പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ജസ്റ്റ് ഈ ടേംസ് കേട്ട് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു എക്സാമ്പിളാണ് കോഡോമിനൻസ്. കോഡോമിനൻസ്, ഈ പശുവിൻ്റെ ചിത്രം നോക്കിയേ. ഇപ്പോൾ ബ്രൗൺ കളറുള്ള ഒരു അച്ഛൻ പശുവും വൈറ്റ് കളറുള്ള അമ്മ പശു, ഇതിനെ രണ്ടിനെയും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ ഇതുപോലെ രണ്ടുമുള്ള തരത്തിലുള്ള ഒരു പശുക്കുഞ്ഞായിരിക്കും ഉണ്ടാവുന്നത്. അതിനെ കോഡോമിനൻസ് എന്ന് പറയുന്നു. ഇതും നോൺ മെൻഡേലിയൻ ആയിട്ടുള്ളൊരു ഇൻഹെറിറ്റൻസ് ആണ്. പിന്നെ പറയുന്നൊരു എക്സാമ്പിളാണ് മനുഷ്യരിലെ ABO ബ്ലഡ് ഗ്രൂപ്പ്. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ 2 തരമാണോ? അല്ലല്ലോ, ഇത്ര തരങ്ങളാ. A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. അങ്ങനെ രക്തഗ്രൂപ്പിൽ ഒന്നിലധികം ട്രേറ്റ്സ് ഉണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ അലലിസം, ത്വക്കിൻ്റെ നിറവ്യത്യാസം. ത്വക്കിന് പല നിറങ്ങളല്ലേ. ABO ബ്ലഡ് ഗ്രൂപ്പൊക്കെ വരുന്നത് മൾട്ടിപ്പിൾ അലിലിസത്തിലാണ്. മൾട്ടിപ്പിൾ അലിൽസ് ഉണ്ട് അവിടെ. ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന ഒന്നിലധികം അലിൽസ് ഉണ്ട്. അതാണ് മൾട്ടിപ്പിൾ അലിലിസം. പിന്നെ പറയുന്നത് ത്വക്കിൻ്റെ നിറവ്യത്യാസം. ത്വക്കിൻ്റെ നിറവ്യത്യാസത്തിന് കാരണം ഈ പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ്. പോളിജെനിക് ഇൻഹെറിറ്റൻസ് ത്വക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇതൊക്കെ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. മെൻഡൽ പറഞ്ഞു വെച്ച 2 വ്യത്യസ്ത ക്യാരക്ടർ മാത്രമല്ല ഉള്ളത്, അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് ഈ കൺസെപ്റ്റുകളൊക്കെ പിന്നീട് വന്നത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, ഈ നീല നിറത്തിലുള്ള ബോക്സ് മാത്രം നോക്കിയാൽ മതി, അതാണ് ഹെഡിങ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലിലിസം. മൾട്ടിപ്പിൾ അലിലിസത്തിന് എക്സാമ്പിളാണ് എന്ത്? മനുഷ്യരിലെ ABO ബ്ലഡ് ഗ്രൂപ്പ്. പോളിജെനിക് ഇൻഹെറിറ്റൻസ്, അതിന് എക്സാമ്പിളാണ് ത്വക്കിലെ നിറവ്യത്യാസം. അടുത്ത പറയുന്നത് ഈ വ്യതിയാനങ്ങൾക്ക് കാരണമായ ജനിതക പ്രക്രിയകളാണ്. നമ്മൾ പറഞ്ഞു ഒരു അച്ഛന് ഒരു ക്യാരക്ടർ ഉണ്ട്, അമ്മയ്ക്ക് മറ്റൊരു ക്യാരക്ടർ ഉണ്ട്. 2 പേരുടെയും മിക്സ്ചർ ആവാം, അല്ലെങ്കിൽ അവർക്കില്ലാത്തൊരു ക്യാരക്ടർ പുതിയൊരു ക്യാരക്ടർ ആവാം കുഞ്ഞിനുണ്ടാകുന്നത്. അങ്ങനെ ആ പുതിയതായി ഉണ്ടാകുന്ന ക്യാരക്ടറിന് കാരണം എന്താണെന്നാണ് പറയുന്നത്? ക്രോസിംഗ് ഓവർ. നമുക്കറിയാം മിയോസിസ് അതുപോലെ മൈറ്റോസിസ്, ഈ 2 പ്രക്രിയകളാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നത്. ഊനഭംഗവും ക്രമഭംഗവും. അപ്പോൾ ഈ ഊനഭംഗത്തിലെ ഒരു സ്റ്റെപ്പിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. ഇതുപോലെ ഹോമോലോഗസ് ക്രോമസോംസിന് ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. ഇവിടെ രൂപപ്പെടുന്ന ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്ന ഈ ഒരു ഏരിയനെ പറയുന്നതാണ് കയാസ്മ എന്നത്. ഇത്തരത്തിലുള്ള ക്രോസിംഗ് ഓവറുകൾ നടക്കുന്നതാണ് ജനിതക വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത്. ജനിതക വ്യതിയാനം ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് ക്രോസിംഗ് ഓവർ. അടുത്ത കാരണമാണ് മ്യൂട്ടേഷനാണ് മറ്റൊരു കാരണം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും മ്യൂട്ടേഷനെ കുറിച്ച്. ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. ഇവിടെ നോക്കൂ, ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു DNA സ്ട്രക്ചർ. പക്ഷെ എന്തോ ഒരു കാരണത്താൽ ഇവിടെ ഒരു പെയറിന് മാറ്റം വന്നു. തൈമിൻ ഉണ്ടായിരിക്കേണ്ട സ്ഥാനത്ത് അഡിനിൻ വന്നു. അഡിനിൻ വന്നാൽ ഓട്ടോമാറ്റിക്കലി അഡിനോട് ഏതാണ് പെയർ ചെയ്യുക? ഇപ്പുറത്ത് തൈമിനായിരിക്കും അല്ലേ? അപ്പോൾ ഒരൊറ്റ നൈട്രജൻ ബേസിലുള്ള വ്യത്യാസം വലിയൊരു മാറ്റത്തിന് കാരണമാകും. ഇത്തരത്തിൽ ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂട്ടേഷൻ. ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടാം. മ്യൂട്ടേഷന് പല കാരണങ്ങളും ഉണ്ടാകാം. രാസവസ്തുക്കൾ, വികിരണങ്ങൾ എന്നിവയൊക്കെ മ്യൂട്ടേഷന് കാരണമാകാം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.